അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ ഒരു ചിന്തയാണ് കേട്ടോ. ഫോളോ ചെയ്യാൻ ആഗ്രഹിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് മിനിമലിസം. മിനിമലിസം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ കേൾക്കുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് എന്താ, പൈസ ചിലവാക്കാനൊരു മടി അല്ലെങ്കിൽ പിശുക്ക് എന്നൊക്കെയാണ് നമുക്ക്, അല്ലെങ്കിൽ പൈസ ഇല്ലാത്തവൻ ചെയ്യുന്ന ഒരു ട്രിക്ക് എന്നൊക്കെയാണ് നമുക്ക് മിനിമലിസത്തെക്കുറിച്ച് ആദ്യം മനസ്സിൽ വരുന്നത്. പക്ഷെ മിനിമലിസം എന്ന് പറഞ്ഞാൽ ഒരു ലൈഫ് സ്റ്റൈലാണ്. നമുക്കുള്ള റിസോഴ്സസ് വെച്ച് അല്ലെങ്കിൽ ഉള്ള തിങ്സൊക്കെ വെച്ചിട്ട് സമാധാനമായിട്ടും സന്തോഷമായിട്ടും അച്ചടക്കത്തോടും വെടുപ്പും വൃത്തിയോടും കൂടെ ഉപയോഗിക്കുക അല്ലെങ്കിൽ ജീവിക്കുക എന്നാണ് കേട്ടോ എനിക്ക് മനസ്സിലായ കാര്യം. അപ്പം അത് വെച്ചിട്ട് നമ്മൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ പോക്കറ്റും കാലിയാവത്തില്ല, അങ്ങനെയുള്ള പൈസ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യത്തിന് ചിലവഴിക്കാനും പറ്റും. ഉപയോഗപ്രദമായ എന്തെങ്കിലും കാര്യം, നമുക്ക് എന്തെങ്കിലും നമ്മുടെ തുടർ പഠനത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓൺലൈൻ കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് ഭാവിയിൽ അസറ്റ് ആവുന്ന എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ മിനിമലിസം കാണുന്നത് ഈ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ചെയ്യുമ്പം ഒരു ബെഡ് വിരിച്ചിട്ടിരിക്കുന്നു, ഒരു ഉദാഹരണം പറയാം, ഒരു ബെഡ് വിരിച്ചിട്ടിരിക്കുന്നു, അതിൽ 3-4-5 പില്ലോ കുഷ്യൻ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നു. അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താ, അതാണ് മിനിമലിസം. അപ്പം അതേ ഡെക്കോർ ഐറ്റംസ് ഒക്കെ തന്നെ നമ്മൾ വാങ്ങിച്ചു വെക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അവർ കാണിക്കുന്ന ആ പരസ്യത്തിൽ കാണിക്കുന്ന അതേ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ട് നമ്മുടേതായ രീതിയിൽ മിനിമലിസം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ശരിക്കും അത് മിനിമലിസം ആണോ? അത്രയും ഇപ്പോൾ നിങ്ങൾ ആ ഉദാഹരണം തന്നെ എടുത്താൽ, ഒരു ബെഡിൽ കിടക്കാൻ 1-2 പില്ലോയ്ക്ക് വരാൻ നമുക്ക് അത്രയും പില്ലോ ആവശ്യമുണ്ടോ? നമ്മളത് ചവിട്ടി തൊഴിച്ച് അപ്പുറത്തും ഇപ്പുറത്തും ഇട്ട് രാവിലെ ആകുമ്പോഴത്തേന് അത് തറയിൽ കിടക്കുക അല്ലാതെ അത്രയും പില്ലോയുടെ ആവശ്യം നമുക്ക് ശരിക്കും ഉണ്ടോ? അതൊരു എക്സാമ്പിൾ പറഞ്ഞാണ് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ബെഡും പില്ലോയും ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന മിനിമലിസം, അത് മിനിമലിസം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ശരിക്കും ഒരു എസ്തറ്റിക് രീതിയിലുള്ളൊരു ബെഡ്റൂം അല്ലെങ്കിൽ വീടെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ ഡെക്കോർ ഐറ്റംസിൻ്റെ കാര്യത്തിലുള്ള മിനിമലിസം ആണ് ഇപ്പം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി ഞാൻ ഈ യൂട്യൂബ് തുടങ്ങുന്നതിന് മുന്നേ ഞാനിങ്ങനെ എന്തെങ്കിലും എൻ്റെ തോട്ട്സ് പറയണം ഉദ്ദേശിച്ചപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഈ വോളിലൊക്കെ സാധാരണ യൂട്യൂബേഴ്സൊക്കെ ചെയ്യുന്ന പോലെ ഇങ്ങനെ കുറച്ച് ലൈറ്റൊക്കെ ഹാങ്ങിങ് ലൈറ്റൊക്കെ തൂക്കണം എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാനൊരു 7 days ചലഞ്ച് ഇപ്പം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം അതിൻ്റെ കാട്ടിലിട്ട് വെച്ചിരുന്നു. അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അത്രയും അത്യാവശ്യം അത് തോന്നിയില്ല. 3-4 ദിവസം കഴിഞ്ഞപ്പം എനിക്കത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നിയതേ ഇല്ല. അപ്പം പിന്നെ അത് ഞാൻ ക്യാൻസൽ ചെയ്തു. അതിൻ്റെ ആവശ്യമില്ല. വീഡിയോ നമുക്ക് റീച്ച് ആവാനുള്ളതാണെങ്കിൽ ഈ ഡെക്കോർ ഐറ്റംസ് ഒന്നും ഇല്ലാതെ തന്നെ റീച്ച് ആവും. ഇല്ലെങ്കിൽ അത് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വേണ്ടെന്ന് വെച്ചത്. അങ്ങനെ അത് വേണ്ടെന്ന് വെച്ചു. അതുപോലെ തന്നെ ഞാൻ എൻ്റെ കിച്ചണിൽ ഞാൻ കുക്കിംഗ് ഒക്കെ കാണിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ. അപ്പം ഞാൻ ആദ്യം ആലോചിച്ചു, ഈ കുക്കിംഗ് സ്പൈസസ് ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് 7 സെറ്റ് ജാറായിട്ടൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് എൻ്റെ പഴയ പാത്രങ്ങളൊന്നൊക്കെ റീപ്ലേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പ്രവാസി എന്ന രീതിയിൽ നമ്മളെപ്പോഴും പഴയ പാത്രങ്ങളിൽ നിന്ന് മീൻസ് ഒരു തേയിലപ്പൊടി വാങ്ങിച്ച ടീനിനകത്ത് നമ്മൾ അത് ഒഴിഞ്ഞു കഴിയുമ്പോൾ വേറെ പരിപ്പോ കടലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണെന്ന് വിചാരിച്ചു. വേറെ അതൊന്ന് റീപ്ലേസ് ചെയ്ത് കാണാൻ ഭംഗിയുള്ള കുറച്ച് പാത്രങ്ങളാക്കാമെന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ ഞാൻ ഇതുപോലെ ചിന്തിച്ചു, അതിൻ്റെ ആവശ്യം എന്താണ്? അതൊരു ആഡംബരം, നമുക്ക് അത്യാവശ്യം ആഡംബരമുണ്ട്. അപ്പോൾ അതിനൊരു അത്യാവശ്യമായിട്ട് എനിക്ക് തോന്നിയില്ല, ആവശ്യമായിട്ടും തോന്നിയില്ല, ഒരു ആഡംബരമായിട്ടാണ് എൻ്റെ ലിസ്റ്റിൽ അത് പെട്ടത്. അതുകൊണ്ട് ഞാൻ അതും വേണ്ടാന്ന് വെച്ചു. അങ്ങനെ കുറേ ഐറ്റംസ് ഞാനിങ്ങനെ വേണ്ടാന്ന് വെച്ചു കേട്ടോ. അപ്പോഴാണ് എനിക്കിതിനെക്കുറിച്ച് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത്. മിനിമലിസം എന്ന് പറയുന്നത് നമുക്ക് എല്ലാ കാര്യത്തിലും കൊണ്ടുവരാം. നമ്മുടെ ഡിജിറ്റൽ ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ, ഡിജിറ്റൽ ഫോൺ അങ്ങനെയുള്ള ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് മിനിമലിസം കൊണ്ടുവരാം. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് മിനിമലിസം കൊണ്ടുവരാം. നമ്മുടെ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് മിനിമലിസം കൊണ്ടുവരാം. അങ്ങനെ കുറേ കാര്യത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്കൊരു ചെറിയ വീടുണ്ടായിരുന്നപ്പോൾ, ആദ്യം ഞങ്ങൾ താമസിക്കുന്ന വീടുണ്ടായിരുന്നപ്പോൾ എൻ്റെ വിചാരം ഒരു വലിയ വീട് വെച്ച് താമസിക്കുമ്പോൾ അതിൽ കുറച്ചുകൂടെയൊക്കെ ഒരു നല്ല സന്തോഷം ഉണ്ടാകും, ഹാപ്പിനെസ് ഉണ്ടാകും എന്നൊക്കെയായിരുന്നു. പക്ഷേ ഇപ്പം ഞാനൊരു വീട് വെച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ശരിക്കും പറഞ്ഞാൽ ആ വലിയ വീട്ടിൽ അല്ല സന്തോഷം ഇരിക്കുന്നത്. മീൻസ് സന്തോഷം ഇല്ല എന്നല്ല, നമുക്ക് സന്തോഷം കൂടാനൊന്നും പോകുന്നില്ല. വലിയ വീട്ടിൽ താമസിച്ച് നമുക്ക് കുറച്ചുകൂടെയൊക്കെ സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്ത് വെച്ചു, കുറച്ചുകൂടെയൊക്കെ ഫർണിച്ചർ ആഡ് ചെയ്തു. പക്ഷേ അതിൻ്റെ പ്രതി നമുക്ക് സന്തോഷം കൂടാനൊന്നും പോകുന്നില്ല. അപ്പം സമാധാനത്തോടെ തന്നെയായിരുന്നു പഴയ വീട്ടിൽ താമസിച്ചിരുന്നത്. അപ്പം അത് നമ്മുടെ ചിന്ത മാത്രമാണ്. വീടില്ലാതിരിക്കുമ്പം അല്ലെങ്കിൽ ഒരു ചെറിയ വീടുണ്ടായിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇച്ചിരി വലിയ വീടൊക്കെ വെക്കണമെന്ന്. പക്ഷേ അതിൻ്റെ പ്രതി ഒരിക്കലും നമ്മുടെ സമാധാനവും സന്തോഷവും കൂടാൻ പോകുന്നില്ല. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പം നമ്മളൊരു വീട് വെച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നും, ഇത്രയും വലിയ വീട് ആക്ച്വലി നമുക്ക് ആവശ്യമില്ലായിരുന്നു എന്ന് വെച്ചാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനും അതിൻ്റെ റീപെയിൻറ്റിങ് ആയാലും പിന്നെ നമുക്ക് പൈസ ചിലവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയൊരു വീടാണെങ്കിൽ നമുക്കത് നോക്കി നടത്താനും കെയർ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും എളുപ്പമായിരിക്കും. ഞാനൊരു ബുക്കിനകത്ത് വായിച്ചിട്ടുണ്ട്, സൈക്കോളജി ഓഫ് മണി എന്ന ഒരു ബുക്കുണ്ട്. ആ ബുക്കിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, മതി എന്ന് പറയാത്തവൻ എന്നും പാവപ്പെട്ടവനാകുന്നു
എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ എന്നാണ് മതി, ഒരു കാര്യം നമുക്ക് അത്രയും മതി എന്ന് പറയാത്തിടത്തോളം കാലം നമ്മൾ എപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ചോർന്നുകൊണ്ടേ ഇരിക്കുമെന്ന്. അപ്പം ഞാൻ അങ്ങനെ വാങ്ങിക്കുന്ന ഒരാളായിരുന്നു, ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ. അതുപോലെ ഈ ബൈ 1 get 1 ഫ്രീ എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ ചാടിക്കയറി നമുക്ക് ഒരു സാധനമേ ആക്ച്വലി അതിനകത്ത് ഉള്ളതായിരിക്കും. പക്ഷേ നമ്മൾ ആ ഗെറ്റ് 1 ഫ്രീ, ആ ഫ്രീ എന്നൊരു ഇതിൽ അവരുടെ ഒരു കച്ചവട തന്ത്രമാണത്. അപ്പോൾ എന്നോട് ഹസ്ബൻഡ് എപ്പോഴും പറയാമായിരുന്നു, എടി അത് നിനക്ക് ആവശ്യമുള്ളതാണ് 2 സാധനം. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ, എനിക്ക് ഒരു സാധനം ആവശ്യമുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഒരു സാധനം ഫ്രീ കിട്ടുമല്ലേ. ആക്ച്വലി ആ ഫ്രീ കിട്ടുന്ന സാധനം എനിക്ക് ആവശ്യമില്ലാത്തതായിരിക്കും. അത് ഞാനിവിടെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് കുറേ നാളിങ്ങനെ വെച്ചിട്ട് പിന്നെ അതിൻ്റെ സമയവും കളഞ്ഞ് അതിൻ്റെ പൈസ അവർ ഈടാക്കിയിട്ടായിരിക്കും നമുക്ക് ഈ ബൈ 1 get 1 ഫ്രീ എന്നുള്ള ഓഫർ അവിടെ ഇടുന്നത്. അപ്പോൾ പൈസയും പോയി, പിന്നെ ആ സാധനം വെക്കാനുള്ള സ്ഥലം, നമ്മൾ ഈ പ്രവാസികളായിട്ടൊക്കെ താമസിക്കുമ്പോൾ ചെറിയ വീടിനകത്തൊക്കെ താമസിക്കുമ്പോൾ കുറേ സ്പേസ് കൺസ്യൂമായി അത് അപകരിച്ചുകൊണ്ട് പോകും. നമ്മൾ കുറേ സ്പേസ് അത് അപകരിച്ചുകൊണ്ട് പോകും. ആ സാധനം വെക്കാനുള്ള സ്ഥലം, പിന്നീട് അത് തൂത്ത് തുടയ്ക്കാനുള്ള സമയം, ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പം ഞാൻ പിന്നീട് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ ഞാൻ ചെയ്ത വേറൊരു തെറ്റാണ്, കുറേ പാത്രങ്ങൾ നാട്ടിലൊക്കെ കുറേ നമ്മളൊരിക്കലും കുട്ടികളായിരിക്കുമ്പോൾ നമുക്ക് പാത്രത്തെക്കുറിച്ച്, എൻ്റെ അമ്മയൊക്കെ പാത്രം വാങ്ങിക്കുമ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു, അമ്മയ്ക്ക് ഇത്രയും പാത്രത്തിൻ്റെ ആവശ്യം എന്താ, ഇത്രയും പാത്രം അമ്മ എന്തിനാ കുക്ക് ചെയ്യുന്നത്, അമ്മ എപ്പോഴും എന്തിനാ പാത്രം വാങ്ങിക്കുന്നത്. പക്ഷേ ഞാൻ കിച്ചണിൽ കയറി തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊക്കെ ഇങ്ങനെ ആവശ്യമാണെന്ന് തോന്നിയിട്ട് ഞാൻ ഓരോ തവണയും നാട്ടിൽ പോകുമ്പോൾ ഓരോരോ പാത്രങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരുന്നു. ആദ്യം കാസ്റ്റ് അയൺ, പിന്നെ മനസ്സിലായി എന്നല്ല വേണ്ട സ്റ്റീൽ കൊണ്ടുവരാവുന്ന, അപ്പോൾ സ്റ്റീൽ പാത്രങ്ങൾ കുറേ കൊണ്ടുവന്നു. പിന്നെ തോന്നി എന്നാൽ ഇരുമ്പ് ചട്ടികൾ കൊണ്ടുവരാവുന്ന, അത് കുറച്ച് കൊണ്ടുവന്നു. പിന്നെ തോന്നി ചട്ടി, മറ്റേ മൺചട്ടിയിൽ പാചകം ചെയ്താൽ അത് നന്നാവുന്നു. ഈ ഓരോ വീഡിയോസ് കണ്ടിട്ടുള്ള ഇൻഫ്ലുവൻസ് ആണ് കേട്ടോ ഇത്. ഓരോ നമ്മൾ മൺചട്ടി പാകം ചെയ്താൽ നല്ലതായിരിക്കും എന്നൊക്കെ തോന്നിയിട്ട്, അല്ലെങ്കിൽ പിന്നീട് ഒരു ഇൻഫ്ലുവൻസ് ഇടും, നമ്മൾ സ്റ്റീലിനകത്ത് പാകം ചെയ്താൽ അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എല്ലാം ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഈ സാധനങ്ങളെല്ലാം ഞാൻ നാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പം എന്താണ്, എൻ്റെ അടുക്കളയിൽ ഇത് വെക്കാൻ സ്ഥലമില്ല. നമ്മൾ ഇത്രയും kg നമുക്ക് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ഞാൻ ഇത്രയും വെയിറ്റുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇതൊരു ആവശ്യമില്ലാത്ത കാര്യമായിരുന്നു, കാരണം ഇത് വെക്കാനുള്ള സ്പേസ് എനിക്കിപ്പോൾ ഇവിടെ ഇല്ല. അപ്പം ഞാനിങ്ങനെ ഓരോരോ കാര്യങ്ങൾ, ഇപ്പോൾ ഈ മിനിമലിസം എന്നുള്ളത് ഒരാളെ അടിച്ചു പഠിപ്പിക്കേണ്ട കാര്യമല്ല, അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കേണ്ട കാര്യമല്ല. ഒരു ലൈഫിൻ്റെ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമ്മൾ തനിയെ ഓട്ടോമാറ്റിക്കായിട്ട് അത് പഠിക്കും. മിനിമലിസം എന്താണെന്ന് നമ്മൾ പഠിക്കും. പിന്നെ നമ്മൾ പഠിക്കും ഇതൊന്നും നമുക്ക് ആവശ്യമില്ലായിരുന്നു, ഇത്രയും സാധനങ്ങൾ നമുക്ക് ശരിക്കും ജീവിക്കാൻ ആവശ്യമില്ല എന്ന് മനസ്സിലാകുമ്പോൾ അതൊക്കെ നമ്മൾ ഡിക്ലട്ടർ ചെയ്ത് തുടങ്ങും. അപ്പം അത് നമ്മൾ ഒഴിവാക്കി എങ്ങനെയും തുടങ്ങും. പൊതുവെ ഇപ്പം ജാപ്പനീസ് രീതികളോട് ആൾക്കാർക്കൊരു ചായമുണ്ട്. ജാപ്പനീസ് തത്വങ്ങളോട്, അല്ലെങ്കിൽ ജാപ്പനീസുകാർ ഫോളോ ചെയ്യുന്ന കുറേ കാര്യങ്ങളോട്. അപ്പം ഞാനും അതിനെക്കുറിച്ച് കുറച്ച് വായിച്ചിട്ടൊക്കെ ഉണ്ട്. എന്തുകൊണ്ട് അവരുടെ ആയുസ് 100 മുകളിലോട്ട് പോകുന്നു, അവർ ഫോളോ ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങളാണെന്നൊക്കെ ഞാനിങ്ങനെ വായിക്കാറുണ്ട് ബുക്സിനകത്തൊക്കെ. അപ്പം അതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ജാപ്പനീസ് അടുക്കളയും റൂമും ഒക്കെ ഈ വീഡിയോയ്ക്ക് അത് കാണുമ്പം ഭയങ്കര സെറ്റപ്പായിട്ട് ഭയങ്കര ആഡംബരമായിട്ടൊക്കെ നമുക്ക് തോന്നും. ശരിക്കും അവർ ജാപ്പനീസ് വീട്ടമ്മയുടെ വീഡിയോ ഞാൻ കണ്ടതിനകത്തിൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ കിച്ചൺ ടവൽ, നിസാര പൈസയ്ക്ക് നമ്മൾ കിച്ചൺ ടവൽ വാങ്ങിക്കില്ലേ, കിച്ചൺ ടവൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്കിവിടുത്തെ ₹1 100 രൂപയ്ക്കൊക്കെ 3 4 കിച്ചൺ ടവലൊക്കെ കിട്ടും. അപ്പം നമ്മളെന്ന് വിചാരിക്കും 100 രൂപയല്ലേ ഉള്ളൂ കിച്ചൺ ടവലിന് എന്ന് പറഞ്ഞ് നമ്മളത് വാങ്ങിക്കും. അതൊരാവശ്യമല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവർ ജാപ്പനീസ് രീതിയിൽ അവരുടെ രീതികളോട് നമുക്കൊരു ചായ തോന്നുമ്പോൾ അവർ ചെയ്യുന്ന എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ അവർ ശരിക്കും ചെയ്യുന്ന ഭൂരിഭാഗം വീടുകളിലും വീട്ടമ്മമാർ ചെയ്യുന്നത് നമ്മുടെ പഴയ തുണികളൊക്കെ ഇല്ലേ, കീറിപ്പോയതോ അല്ലെങ്കിൽ നമുക്ക് ഇടാൻ പറ്റാത്തതോ നമുക്ക് സൈസ് പരുവല്ലാത്തതൊക്കെ ഉണ്ടല്ലോ, അത് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന അവർ ഡൊണേറ്റ് ചെയ്യും. കീറിയതൊക്കെ ആകുമ്പോൾ ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്, അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ വർക്കൊക്കെ ഉള്ള ഏരിയയൊക്കെ കട്ട് ചെയ്തിട്ട് സിമ്പിളായിട്ടുള്ള ഭാഗം അവർ മെഷീനകത്ത് അടിച്ചിട്ട് അതിൻ്റെ മൂലയൊക്കെ അടിച്ചിട്ട്, എന്നുവെച്ചാൽ അതിൻ്റെ അരികൊക്കെ അടിച്ചിട്ട് അതാണ് അവർ കിച്ചൺ ടവലായിട്ടും തറ തുടയ്ക്കാനുള്ള തുണിയായിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അവരൊരു സാധനം വാങ്ങിച്ചാൽ അത് മാക്സിമം യൂസ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് അവരത് കളയുള്ളൂ. അപ്പം നമ്മളൊക്കെ എന്താ സാധാരണ ചെയ്യുന്നത്, അതെടുത്ത് എവിടെയെങ്കിലും കളയും, അല്ലെങ്കിൽ എടുത്ത് ഡസ്റ്റ്ബിനകത്തിടും, അങ്ങനെയല്ലേ. പക്ഷെ അവരങ്ങനെ അല്ല ചെയ്യുന്നത്. വെൽത്ത് ക്രിയേഷനും അവരുടെ ആ ചിലവ് ചുരുക്കലും സമാധാനപരമായിട്ട് അവർ ജീവിക്കുന്നതിൻ്റെ കാര്യം, അവർക്കധികം ചിലവ് കൂടുമ്പോഴാണല്ലോ നമ്മുടെ ഉള്ള സമാധാനം കൂടെ പോകുന്നത്. കൂടുതലും ജാപ്പനീസ് ആൾക്കാർ മിനിമലിസ്റ്റാണ്. അവർ ചെറിയൊരു വീട് വെച്ച് അത് നല്ലവണ്ണം വൃത്തിയായിട്ട് സൂക്ഷിക്കും അവർ കേട്ടോ. വൃത്തിയായിട്ട് സൂക്ഷിച്ച് അവരുള്ള വീടിനകത്ത് സമാധാനമായിട്ട് കഴിയുന്ന ആൾക്കാരാണ്. അത് എങ്ങനെ നിയന്ത്രിക്കാൻ വന്നതിനകത്ത് അവരൊരു കാര്യം പറയുന്നുണ്ട്, ഒരു 7 days ചലഞ്ച്. അത് ഞാനും ഇപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ശരിക്കും ഈ ഇൻസ്റ്റാ റീലും യൂട്യൂബ് റീലും ഒക്കെ കണ്ടിട്ട് നമുക്ക് ഡ്രസ്സും ഡെക്കോർ ഐറ്റംസും ഒക്കെ വാങ്ങിക്കാൻ തോന്നുന്നതിനകത്ത് അതിനകത്ത് നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, അല്ലെങ്കിൽ അത് എങ്ങനെ അതിനകത്ത് നിന്നുള്ളൊരു അഡിക്ഷൻ കുറയ്ക്കാമെന്നാണ് ഒരു വഴി ഞാൻ നോക്കിയപ്പോൾ. അപ്പം നിങ്ങൾക്ക്
നിങ്ങൾക്കൊരു സാധനം, ഇപ്പോൾ ഒരു ഇൻസ്റ്റാ റീലിനകത്തൊരു സാധനം കണ്ടു, അപ്പോൾ നിങ്ങൾക്കത് ആവശ്യമെന്ന് തോന്നി, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അത് കാട്ടിലിട്ട് വെക്കുക. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ലിസ്റ്റിനകത്ത് എഴുതി സൂക്ഷിച്ചു വെക്കുക. അപ്പോൾ ഒരു 2 ദിവസം കഴിയുമ്പം നിങ്ങൾക്ക് തോന്നും അത് അത്യാവശ്യമല്ല എന്ന് തോന്നും. ഒരു 4 ഡേയ്സ് 5 ഡേയ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും അതൊരു ആവശ്യം ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് നിങ്ങൾക്ക് തോന്നും. അത് ഈ 7 ഡേയ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് അത്യാവശ്യമാണെന്ന് തോന്നുമെങ്കിൽ മാത്രം നിങ്ങളത് പർച്ചേസ് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ ഒരു വഴി എന്ന് പറഞ്ഞാൽ, ഒരു കാര്യം നമ്മളിപ്പം സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലോ എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്കൊരു കാര്യം കണ്ടു, നമ്മൾ 2-3 ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുക, ഇത് നമുക്ക് ആവശ്യമാണോ ഇപ്പോൾ, അല്ലെങ്കിൽ അത്യാവശ്യമാണോ? ആവശ്യമുണ്ട്, അത്യാവശ്യമുണ്ട്, ആഡംബരമുണ്ട്. അപ്പം ഇത് അത്യാവശ്യമാണോ അല്ലെങ്കിൽ ആവശ്യമാണോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇത് ഞാൻ നിരന്തരമായിട്ട് ഉപയോഗിക്കാൻ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ എനിക്കൊരു തലവേദനയാവുമോ എന്ന് ഉദ്ദേശിച്ച് നമുക്കത് വാങ്ങിച്ചിട്ട് പ്രയോജനമില്ലെങ്കിൽ നമ്മൾ അത് എവിടെയെങ്കിലും കൊണ്ട് ഡംപ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനുള്ള സ്പേസ് നമുക്കുണ്ടോ, അതുകൊണ്ട് അങ്ങനെ അതിന് വേണ്ടിയിട്ടാണോ നമ്മളത് വാങ്ങിക്കുന്നത് എന്ന് ചിന്തിക്കുക. അപ്പോൾ ഈ 2-3 ക്വസ്റ്റ്യന് ഉത്തരം കിട്ടാമെങ്കിൽ നമുക്കത് വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിന് ഒരു തീരുമാനമാവും. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, നമ്മുടെ പഴയ ആൾക്കാർ, നമ്മുടെ പേരൻസൊക്കെ ശരിക്കും ഒരു മിനിമലിസ്റ്റ് ആയിരുന്നു. അവരൊരു കാര്യം മാക്സിമം യൂസ് ചെയ്തിട്ടേ കളയുള്ളായിരുന്നു. അതുമല്ല, അവരുടെ പൈസ ഇല്ലാത്തത് കൊണ്ട് തന്നെ, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ അവരൊരു കാര്യം വാങ്ങിക്കുന്നതിന് മുന്നേ 100 വട്ടം ചിന്തിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ചില കാര്യങ്ങൾക്കൊക്കെ പൈസ കളയുമ്പം അവർ ചിലപ്പോൾ നമ്മളോട് ദേഷ്യം പ്രകടിപ്പിക്കുന്നതും നമ്മളെ വഴക്ക് പറയുന്നതും ഒരു ഇഷ്ടക്കേട് അവരുടെ മുഖത്ത് നമ്മൾ കാണുന്നു. കാരണം അവരങ്ങനെ പൈസ കളഞ്ഞിട്ടുള്ള വ്യക്തികളല്ല. അപ്പം അവർ ശരിക്കും ഒരു മിനിമലിസ്റ്റ് ആയിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഇച്ചിരിയെങ്കിലും മിനിമലിസം ചെയ്താലേ നമ്മുടെ കുഞ്ഞുങ്ങളും എന്തെങ്കിലും അത് കണ്ടുപിടിക്കുകയുള്ളൂ. അപ്പം ആരെയും നിർബന്ധിക്കുകയല്ല, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറച്ചൊക്കെ അത് ഫോളോ ചെയ്യാമെങ്കിൽ, എല്ലാം ഒന്നും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. നമുക്കും ആഗ്രഹങ്ങളുണ്ട്, ആവശ്യങ്ങളുണ്ട്, ഒരു ജീവിതമേ ഉള്ളൂ, ശരിയാണ്. അപ്പം ഫോളോ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളും അത് കുറച്ചെങ്കിലും അവരുടെ ജീവിതത്തിൽ അവർ കോപ്പി ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഞാനിത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. കാരണം ഇതിൻ്റെ ഒരു ചെറിയ പ്രയോജനം എനിക്ക് കിട്ടിയെന്ന് നിങ്ങൾ വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.